നമസ്കാരം സുഹൃത്തുക്കളെ, മലയാളി കർഷകൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് വയനാട്ടിലുള്ള നമ്മളെ വേണുട്ടൻ്റെ ഫാം. അപ്പോൾ ഇത് ഇവിടുത്തെ സൂപ്പർവൈസർ രാജുട്ടനാണ്. നമസ്കാരം രാജുട്ട. നമസ്കാരം. ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിൽ വാളാടടുത്ത് പേരിയ എന്ന സ്ഥലത്താണ്. ഈ ഫാമിൻ്റെ പേര് ബവേലി ഫാംസ് പ്രൈവറ്റ് ലിമിറ്റഡ്. 2ഓളം വലിയ ഷെഡുകളിൽ 80ഓളം പശുക്കളാണ് ഈ ഫാമിലുള്ളത്. പാല് നല്ലൊരു ശതമാനം തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ടാണ് ഇവിടെ വിറ്റഴിക്കുന്നത്. വെണ്ണ, നെയ്യ്, തൈര്, അതുപോലെ തന്നെ തൈരിലൊരു പ്രത്യേക കൾച്ചർ ഉപയോഗിച്ച് ചെയ്യുന്ന പുളിയില്ലാത്ത തൈര്, അങ്ങനെ പല ഉൽപ്പന്നമായിട്ടാണ് ഇവിടെ ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത്. പിന്നെ തീറ്റ രീതി, സൈലേജ്, പിന്നെ ചോളം കട്ട് ചെയ്തിട്ട് പുല്ലുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക തീറ്റയും പിന്നെ റെഡിമെയ്ഡ് തീറ്റയാണ് ഇവിടെ അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫാമിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് മലയാളി കർഷകൻ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ ഒരിക്കൽ കൂടി മലയാളി കർഷകൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജോട്ട, എത്ര വർഷമായി നിങ്ങൾ ഈ ഫാം നടത്താൻ തുടങ്ങിയിട്ട്? ഇത് മൂന്നാമത്തെ വർഷം. എത്ര പശുക്കളാണ് ഇതിലുള്ളത്? ഇപ്പോൾ കറക്കുന്ന പശുക്കളാണ്. കറക്കുന്ന പശുക്കൾ കറക്കുന്ന ഒരു 54-53 ഉണ്ട്. കറവില്ലാത്ത പശുക്കളോ? കറവില്ലാത്തൊരു 20-ൻ്റെ അടുത്തുണ്ടാവും. ഏതെല്ലാം ഇനത്തിൽപ്പെട്ട പശുക്കളാണ് അവിടെ ഉള്ളത്? HF, പിന്നെ അധികം HF ആണ് ഉള്ളത്, കൂടുതലുള്ള HF. പിന്നെ ഗീറിൻ്റെ ഇനത്തിൽപ്പെട്ട് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് കുട്ടീനെ കിട്ടിയിട്ടേ ഉള്ളൂ. മറ്റേ മോഴ സൈസിലുണ്ട്. നാടൻ്റെ പശുക്കളിൽ 1-2 ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ളതൊക്കെ ക്രോസ് ആണ്. ഇത് മെയിനായിട്ട് നമ്മൾ HF ആണ് ഉപയോഗിക്കുന്നത്. HF അല്ലേ? രാജോട്ട, ഈ പശുക്കളിൽ ഏറ്റവും കൂടുതൽ കറവുള്ള പശു ഏതാണ്? ഇതിൽ കിടക്കുന്ന പശു എത്ര ലിറ്റർ കറക്കും? ഇപ്പോൾ കാലത്ത് 20 ലിറ്റർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് 18 ലിറ്ററാണ് കാലത്തുള്ളത്. വൈകുന്നേരവും ഏതാണ്ട് 18-16 അടുത്ത് കിട്ടും. ഇങ്ങനെയാണോ അത് ക്രമീകരിച്ചിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ പാലുള്ള പശു എല്ലാ ലൈനിലും മുന്നിൽ. ഈ ഫാമിൽ നിന്ന് മൊത്തം എത്ര ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ? 535 ലിറ്റർ. ഇത് സൊസൈറ്റി കൊടുക്കണോ അതോ പിന്നെ? സൊസൈറ്റി കൊടുക്കും. 120 ലിറ്റർ പാല് ഞങ്ങളിവിടെ വെണ്ണ, തൈര്, നെയ്യ് അതുപോലുള്ള ഉൽപ്പന്നങ്ങളുണ്ടാകും. ഇത് എങ്ങനെയാണ് ആളുകൾ വന്ന് മേടിക്കുകയാണോ അതോ ഹോൾസെയിലായിട്ട് സെയിൽ ചെയ്യണോ? ഇതിന് നമ്മുടെ വണ്ടിയുണ്ട്, കമ്പനിക്ക് വണ്ടിയുണ്ട്.
ആ വണ്ടിയിൽ പോകും. തൈര്, വെണ്ണ, നെയ്യ് ഇതെല്ലാം. ഒരു ദിവസം കൂത്തുപറമ്പ് കണ്ണൂർ ജില്ലയാണെങ്കിൽ ഒരു ദിവസം വയനാട് ജില്ല. രാജേട്ടോ, ഈ പല ആളുകളും ഫാമിംഗ് മേഖല പ്രത്യേകിച്ച് പശു ഫാമൊക്കെ നഷ്ടത്തിലാണെന്നാണ് പറയുന്നത്. ഈ ഫാം എങ്ങനെ നഷ്ടത്തിലാണോ അതോ ലാഭത്തിലാണോ? ലാഭത്തിലായിട്ടില്ല. ഇപ്പം ഞങ്ങൾ ലെവലിൽ പിടിച്ചു നിൽക്കുന്നു. അതായത് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഞങ്ങൾക്ക് ഇപ്പോഴാണ് സൗകര്യങ്ങളായത്. ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. ഇതാണ് ഈ ഫാമിലെ ചാണക സ്ലറി. ഇത് പിന്നെ പുല്ലുകൾക്ക് അടിക്കുകയാണ് ഇവർ. ഇതെങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം? ഇതിൽ വന്നു കഴിഞ്ഞാൽ നേരെ ഇതിൽ മോട്ടർ ഇറക്കിയിട്ടുണ്ട്. ഇത് കണ്ട്, ഇത് നമ്മുടെ പറമ്പത്തേക്കാണ് ഈ മോട്ടറിൻ്റെ പൈപ്പുകൾ പോയേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ റെഡി. ഇതിപ്പോൾ കയറി പോകും. അത്രയേ ഉള്ളൂ. സ്റ്റാർട്ടിങ്. ഇത് നമ്മുടെ പറമ്പത്തേക്ക് ഒന്ന് അടിച്ചതായിരിക്കും. ഇതാണ് പിന്നെ ചാണകം ഉണക്കി ഇവിടെ പിന്നെ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ചാക്കിൽ ആവശ്യക്കാർക്ക് പിന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ചാക്കിൽ എത്ര കൊട്ടയാണ് ഇപ്പോൾ ചാണകം പിന്നെ ഉണ്ടാവുക? 5 പാട്ട. 5 പാട്ട. അതിൻ്റെ വില ഒരു പാട്ടക്ക് 30 രൂപ. അപ്പോൾ ഒരു ചാക്കിന് 150 രൂപ. ഇവിടെ ആളുകൾ വന്നിട്ട് കൊണ്ടുപോകും, അത് നിങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ട്? വിളിച്ച് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പിക്കപ്പ് ഉണ്ട്. ആ പിക്കപ്പിൻ്റെ വാടകയും കൂടെ മേടിക്കും. സ്ഥലം നോക്കിയിട്ട് എത്ര ദൂരം വരെ നിങ്ങൾ സപ്ലൈ ചെയ്ത്? ഇത് എവിടെ വേണമെങ്കിൽ കൊടുക്കും. ഞങ്ങൾ എവിടെ വേണമെങ്കിൽ കൊടുക്കില്ലേ? എവിടെ വേണമെങ്കിൽ കൊടുക്കും. വിളിച്ച് പറഞ്ഞാൽ കൂടുതൽ നമ്മുടെ പിക്കപ്പിൽ ഒരു 200 പാട്ടേ കിട്ടുള്ളൂ. 40 ചാക്ക്. കൂടുതൽ ആവശ്യക്കാർക്ക് വലിയ വണ്ടി അവർ കൊണ്ടുവന്നാലും കുഴപ്പമില്ല. അവർ വണ്ടി കൊണ്ടുവന്നാലും ഞങ്ങൾ കൊടുക്കും. ഈ കിടാരികൾ പിന്നെ എങ്ങനെയാണ് ഇവിടെ തന്നെ വെക്കാറാണോ? ഇല്ല, ഈ മൂരിക്കുട്ടം വരെ 6 മാസം കഴിയുമ്പോൾ ഞങ്ങൾ കൊടുക്കും. മൊത്തം കൊടുക്കും. 6 മാസം കഴിയുമ്പോൾ. പശുക്കുട്ടികളെ നല്ല കുട്ടികളല്ലേ? നല്ല കുട്ടികളെല്ലാം നല്ലതാണ്. ഇത് ഏതിനത്തിൽപ്പെട്ടാണ്? ഈ HF പ്യുവറാണത്? പ്യുവർ HF. ഇതിപ്പോൾ എത്ര മാസമായതാണ്? ഇതിപ്പോൾ 1 വയസ്സാവുന്നു. 1 വയസ്സാണല്ലേ? എപ്പോഴതിന് കുത്തിവെക്കാനാവുക? 1 വയസ്സിൽ ശരിക്കും ആരോഗ്യമുള്ള 1 വയസ്സ് കഴിഞ്ഞാൽ ചിലതാവുന്നുണ്ട്, ചിലത് 1.5 വയസ്സ്. 1.5 വയസ്സ്. ഓക്കെ, താങ്ക്സ് രാജേട്ടാ. ഇത്രയും തിരക്കിനിടയിൽ മലയാളി കർഷകനുമായിട്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ പങ്കുവെച്ചതിന്.